ഹൃദയപൂർവം ഭാഗം 60. ആ കളിയാക്കലൊക്കെ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഞാനും ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും ലക്ഷ്മി ടീച്ചറുടെ പുറകെയൊന്നും അല്ലായിരുന്നു. പക്ഷേ അവർ മറ്റൊരു മാധവനെ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ, അല്ലേ ലക്ഷ്മി ടീച്ചറെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ വശ്യമായ ഒരു തിളക്കം. അവൾ പതിയെ പുറകേട്ട് നടന്നു. ഭിത്തിയിൽ ചെന്ന് നിന്നതും ഇനി എങ്ങോട്ട് പോകും? അത് തുളച്ചു പോകാൻ പറ്റില്ലല്ലോ. എപ്പോഴാണെങ്കിലും നീ ഈ മാധവിൻ്റെ അടുത്ത് വരണം, മാധവിൻ്റെ ലക്ഷ്മിയായിട്ട്, അല്ലേ? അപ്പോൾ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കിയിരിക്കുകയാണ്. അവളുടെ കൈ പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. ഒരു കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു. അവളുടെ നഗ്നമായ വയറിലെ തണുപ്പ് അവൻ്റെ കയ്യിലും അവൻ്റെ ഉള്ളം കൈയിലെ ചൂട് അവളുടെ ശരീരത്തും അറിഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലായിരുന്നു. അത് കണ്ടതും മാധവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ കണ്ണുകൾ എന്തിനാ ഇങ്ങനെ പിടയ്ക്കുന്നത്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. നാണം കൊണ്ട് അവളുടെ മുഖം കുനിഞ്ഞു. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അവളുടെ ഹൃദയതാളം മാധവിന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അവളുടെ തലയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂവിൻ്റെയും തുളസിയുടെയും മണം. ലക്ഷ്മി, പറയാൻ മറന്ന ഒരു കാര്യം പറയട്ടെ ഞാൻ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇന്ന് നീ ചെയ്ത ഡാൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ചെയ്തതുപോലെ, അവൻ പറഞ്ഞു. മാധവേട്ടൻ്റെ പാട്ടും നന്നായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മാധവേട്ടൻ പാടുന്നത് കേൾക്കുന്നത്, അവൾ പറഞ്ഞു. അതിന് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇന്ന് രാവിലെ മുതൽ ഒരുപാട് തവണ ഡ്രസ്സ് മാറലും ഡാൻസും എല്ലാമായി നല്ല ക്ഷീണമുണ്ടാവും. അതുകൊണ്ട് നമുക്ക് കിടന്നാലോ? അവൻ ചോദിച്ചതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്തുപറ്റി? എന്തെങ്ങനെ നോക്കുന്നത്? എൻ്റെ ലക്ഷ്മി ടീച്ചർ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഒരു അതിശയഭാവം? അതെ, ഇന്നൊരു ദിവസം ഞാൻ വെറുതെ വിട്ടു എന്നേയുള്ളൂ. കാരണം ഇന്നെൻ്റെ പെണ്ണിന് ഈ മുല്ലപ്പൂവിൻ്റെയും ഈ തുളസിയുടെയും എല്ലാം മണമാണ്. അതുമാത്രമല്ല, ഞാൻ നിന്നെ അറിയുമ്പോൾ, നീ എന്നെയും അറിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും ഒന്നാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ക്ഷീണിച്ച് ടയേർഡായി നടത്തേണ്ട ഒന്നല്ലല്ലോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. അങ്ങനെ കളയേണ്ടതല്ല മാധവ് ലക്ഷ്മി കൂടിച്ചേരൽ. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്, അല്ലേ? നമ്മുടെ മുന്നിൽ ഇനി ഒരുപാട് രാത്രികളുണ്ട്. രാത്രി മാത്രമല്ല, പകലുകളുമുണ്ട്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്മി ടീച്ചറുമാ, നമുക്ക് കിടക്കാം. അത് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ആ ജനാലയിൽ നിന്നും ആകാശത്തിലെ പൂർണ്ണചന്ദ്രൻ ആ ചുംബനത്തിന് സാക്ഷ്യം വഹിച്ചു. അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് ചെന്നു. ബെഡിലേക്കിരുത്തി. കിടക്കാം, അവൻ പറഞ്ഞുകൊണ്ട് അവളെ കിടത്തി. പെട്ടെന്ന് അയ്യോ, ഞാനൊരു കാര്യം മറന്നു എന്ന് പറഞ്ഞ് അവൻ ചെന്ന് കബോർഡ് തുറന്നു. ഒരു ബോക്സ് എടുത്തു. അതുമായി അവൾ അടുത്തേക്ക് വന്നു. ഇത് തനിക്കായിട്ട് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് ആ ബോക്സ് അവൾക്ക് നേരെ നീട്ടി. അവൾ ആ ബോക്സ് തുറന്നു നോക്കി. അതിൽ ഒരു പിങ്ക് കടലാസ് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തുറന്നു നോക്ക്, അവൻ വീണ്ടും പറഞ്ഞു. അവൾ ആ കടലാസ് തുറന്നു നോക്കിയപ്പോൾ വെള്ളിയുടെ മിഞ്ചിയാണ് എന്ന് കണ്ടു. വിവാഹ ദിവസം ഇത് ഇട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് അമ്മയാ പറഞ്ഞത്. അമ്മയുടെ കാലിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാ ഞാൻ ഇട്ടു തരട്ടെ? അവൻ ചോദിച്ചതും അവൾ എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരുന്നു. അവൻ ബെഡിലിരുന്നു കൊണ്ട് അവളുടെ വലത് കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചു. ലക്ഷ്മി ഒരു പിടപ്പോടെ അവനെ നോക്കി. അപ്പോഴാണ് അവളുടെ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ആ പാദസരം അവൻ കാണുന്നത്. അതിലൊന്ന് തലോടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്ന് കണ്ണി ചിമ്മിക്കൊണ്ട് അവളുടെ വിരലിൽ മിഞ്ചി ഇട്ടു കൊടുത്തു. പിന്നെ അടുത്ത കാലും അവൻ എടുത്തു വെച്ചു. അതിലും ഇട്ടുകൊടുത്തു. ഇപ്പോഴാണ് ഈ കാലിന് ഒരു പൂർണ്ണത വന്നത്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാലിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചുംബിച്ചു. ഒരു ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു. പിന്നെ മഞ്ഞച്ചരടിലെ താലി ഇന്ന് തന്നെ മാലയിലേക്ക് ഇടണോ? അല്ലെങ്കിൽ 7 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, അവൻ പറഞ്ഞു. അത് കുഴപ്പമില്ല, 7 ദിവസം കഴിഞ്ഞിട്ടിടാം, അവൾ പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ പോകണ്ടേ?
അവൻ ചോദിച്ചു. അതിനെന്താ, പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. തനിക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. ഇതെങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അവൻ പറഞ്ഞുകൊണ്ട് അവൻ കെട്ടിയ ആ മഞ്ഞച്ചരട് കയ്യിലെടുത്തു. അതിലെ താലിയിലേക്ക് അവൻ നോക്കി. അവൻ നോക്കുന്നത് കണ്ട് അവളും നോക്കി. ഇതിഷ്ടപ്പെട്ടോ? അവൻ ചോദിച്ചു. ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ. ഇതൊരു വെറൈറ്റിയാണ് അല്ലേ? അവൾ പറഞ്ഞുകൊണ്ട് അതിലേക്ക് വീണ്ടും നോക്കി. മാധവ് എന്ന് ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. ഡിയുടെയും എച്ചിൻ്റെയും നടുവിലായിട്ട് ആലിലെ താലി തൂങ്ങിക്കിടക്കുന്നു. അതെ, ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്നാൽ മതിയോ? ആ താലിയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് അവൻ ചോദിച്ചു. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ കിടക്കാം എന്ന് അവൻ പറഞ്ഞതും അവൾ ബെഡിലേക്ക് കിടന്നു. അവളുടെ അടുത്ത് അവനും കിടന്നുകൊണ്ട് ടേബിൾ ലാമ്പ് ഓഫ് ചെയ്തു. റൂമിലെ ചെറിയൊരു ബ്ലൂ ലൈറ്റ് ഇട്ടുകൊണ്ട് അവളെ നോക്കി. അവൻ്റെ ഇടത് കൈ അവൻ നീട്ടി വെച്ചതും ലക്ഷ്മി തല ഉയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ കൊണ്ട് തല കൊണ്ടും അടുത്തേക്ക് വിളിച്ചതും അവൾ അവൻ്റെ ആ കൈയിലേക്ക് തല ചേർത്ത് വെച്ചു. അവൻ അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്തു. ഒരുപാട് സന്തോഷത്തോടെ. ഇനി എന്നും ഇങ്ങനെ കിടന്നാൽ മതി, അവൻ പറഞ്ഞു. അപ്പോൾ മാധവേട്ടനെ വേദനിക്കില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ഇങ്ങനെ കിടന്നില്ലെങ്കിലാണ് ഇനി എനിക്ക് വേദനിക്കുക, അവൻ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ കൈവച്ചു. ഈ ഡ്രസ്സ് മാറ്റണോ? ബുദ്ധിമുട്ടാകുന്നുണ്ടോ ഇങ്ങനെ ഉറങ്ങാൻ? അവൻ ചോദിച്ചു. ഇല്ല, കുഴപ്പമില്ല. മാധവേട്ടന് ഈ പൂവിൻ്റെ മണം. അത്രയും അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ജനാല തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് പുറമേ നിന്നും നിലാവിൻ്റെ വെട്ടവും ആ റൂമിലെ ബ്ലൂ ലൈറ്റിൻ്റെ വെളിച്ചവും ഉണ്ടായിരുന്നു. മുല്ലപ്പൂവിൻ്റെയും തുളസിയുടെയും മണം ഇഷ്ടമാണ്. എന്നാലും ഇതിനേക്കാൾ ഞാൻ ഇന്ന് ആഗ്രഹിച്ചത് നിന്റെ മണമായിരുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ലക്ഷ്മി നാണത്തോടെ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു. അവളുടെ ആ പ്രവൃത്തി കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും നാണം വന്നു, അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ഷർട്ടിൽ തുറന്നു കിടക്കുന്ന മുകളിലെ ബട്ടണുകളിലൂടെ കൈകൾ കൊണ്ട് അവൾ ഓടിക്കുന്നത് കണ്ടതും അവൻ, എന്താ ഷർട്ട് മാറ്റണോ? അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ബട്ടണിൽ നിന്നും കൈയെടുത്തു. അതെ ലക്ഷ്മി ടീച്ചറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്, മാധവ് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. അതെ, എനിക്ക് ഷർട്ട് ഇട്ടിട്ടുള്ള കിടത്തം അത്ര ഇഷ്ടമല്ല. രാത്രി മുറിയിൽ വരുമ്പോൾ ഷർട്ട് ഇടാതെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല. അവൻ പറയുന്നത് കേട്ടപ്പോൾ ആദ്യം അവൾക്ക് ചിരി വന്നെങ്കിലും പിന്നെ ചെറിയൊരു വെപ്രാളം തോന്നി. അവളുടെ കണ്ണുകളിലെ പിടപ്പും വെപ്രാളവും കണ്ടതും ഷർട്ട് മാറ്റിക്കോട്ടെ, അവൻ ചോദിച്ചു. അവൾ ചെറുതായി തലാനക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും മാറിക്കിടന്നു. അവൻ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ച് എഴുന്നേറ്റിരുന്നു കൊണ്ട് ഷർട്ട് മാറ്റി അവിടെയുള്ള ചെയറിലേക്കിട്ടു. വീണ്ടും ബെഡിലേക്ക് കിടന്നു. പിന്നെ അവളെ ഒന്ന് തല ചരിച്ചു നോക്കി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്നത് കണ്ടതും ഇനിയിപ്പോൾ ഇവിടെ കിടക്കില്ല എന്നുണ്ടോ, അവൻ ചോദിച്ചതും അവൾ ചെറുപുഞ്ചിരിയോടെ വീണ്ടും പഴയതുപോലെ തന്നെ അവൻ്റെ ഇടത് കൈത്തണ്ടയിലേക്ക് കയറി അവൻ്റെ നെഞ്ചിൽ കിടന്നു. അവനിൽ നിന്നും വരുന്ന മണം അവൾ ആസ്വദിച്ചു. അപ്പോഴാണ് താൻ ഒരുപാട് ഇഷ്ടത്തോടെ വാങ്ങിയ ആ മാല അവൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അവൾ കാണുന്നത്. അതുകൂടാതെ അവൻ്റെ കഴുത്തിലുള്ള സ്ഥിരമായിട്ടുള്ള മാലയും ഉണ്ട്. അവൻ അവളെ ഇടത് കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ അമർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു. അതറിഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയോടെ അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞതും അവനിലും ഒരു പുഞ്ചിരി മുട്ടിട്ടു. ടീച്ചറെ, ഉറങ്ങിക്കോ, അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി ഒന്ന് നോക്കി. ഉറക്കം വരുന്നില്ലേ? വരുന്നില്ലെങ്കിൽ നമ്മൾ മാറ്റിവെച്ച നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലോ, അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ ഒന്നും ഇഴിഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം മറച്ചു വെച്ചുകൊണ്ട് കിടന്നു. അത് കണ്ടതും അവൻ അവളെയും കൊണ്ട് ഒന്ന് ചരിഞ്ഞു. അവളെ മുഴുവനായും അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. ഇങ്ങനെ പോയാൽ ഞാൻ കുറേ കഷ്ടപ്പെടുമല്ലോ എൻ്റെ ലക്ഷ്മി ടീച്ചറെ, അവൻ പറഞ്ഞു. അപ്പോഴും ഒരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. അവൻ്റെ വലത് കൈ കൊണ്ട് അവളെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ അവൻ പതിയെ തട്ടിക്കൊടുത്തു. എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് പോയി. അവളുടെ ശ്വാസഗതിയിലൂടെ അവന് മനസ്സിലായി അവൾ ഉറങ്ങിയെന്ന്. അവൾ അടുത്ത് കിടന്നത് കൊണ്ടോ അതോ ഒരുപാട് സന്തോഷം കൊണ്ടോ ക്ഷീണമുണ്ടായിട്ടും
മാധവിന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നേരം വെളുക്കാറായപ്പോഴാണ് മാധവ് ഉറങ്ങിയത്. അപ്പോഴും അവൻ്റെ കൈക്കുള്ളിൽ അവൾ ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നുണ്ടായിരുന്നു. പതിവ് പോലെ രാവിലെ കണ്ണു തുറന്ന ലക്ഷ്മി കാണുന്നത് നഗ്നമായ മാധവിൻ്റെ നെഞ്ചാണ്. അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ല ഉറക്കമാണ് അവനെന്ന് കണ്ടതും അവൾ അവൻ്റെ കവളിൽ പതിയെ തലോടി. പിന്നെ അവിടെ മൃദുവായി ചുംബിച്ചു. ഇനി ഇവിടെയും. പെട്ടെന്ന് അവൻ അടുത്ത കവൾ കൂടി കാണിച്ചതും അവൾ കണ്ണുമിഴിച്ചു. പിന്നെ കണ്ണുകൾ മുറുക്കിയടച്ചു. വേഗം അവൾ അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ചെയ്ത കാര്യം പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി, അവൻ പറഞ്ഞു. മാധവേട്ട, സമയം വൈകുന്നു, കയ്യിൽ നിന്ന് വിട്, അവൾ പറഞ്ഞു. പറ്റില്ല. ഞാൻ രാവിലെ തന്നെ ഒരു കാര്യം ചോദിച്ചിട്ട് തരാതിരുന്ന ഇന്നത്തെ ദിവസം മുഴുവനും എൻ്റെ പോക്കായിരിക്കും. അത് മാത്രമല്ല, എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് തന്നിട്ട് പോയിക്കോ, അവൻ വീണ്ടും കുറുമ്പോടെ പറയുന്നത് കേട്ടതും ഇതുപോലെ ഒരു മാധവിനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ അവൾ നോക്കി. സമയം പോകുന്നു, വേഗം, അവൻ തിരക്ക് കൂട്ടി. മുടിയിൽ ചൂടിയ മുല്ലപ്പൂവെല്ലാം ബെഡിൽ കിടക്കുന്നത് അവൾ കണ്ടു. അവൾ നോക്കുന്നത് കണ്ടുകൊണ്ടാണ് അവനും നോക്കിയത്. വേഗം, അവൻ തിരക്ക് കൂട്ടിയതും അവൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് കിടന്നുകൊണ്ട് അവൻ്റെ കവളിൽ ചുംബിച്ചു. ഇനി ഞാൻ തരാം എന്ന് പറഞ്ഞ് അവൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൾക്ക് മുകളിലായി അവൻ്റെ കൈകൾ കുത്തി നിന്നു. തരട്ടെ, അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കിടന്നു. പതിയെ അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുത്ത് വന്നതും അവൾ കണ്ണുകൾ അടച്ചു. ആദ്യം അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നെ അവളുടെ മൂക്കിൻ തുമ്പിൽ, 2 കവിളുകൾ, പിന്നെ താടിത്തുമ്പിൽ, എല്ലാം അവൻ്റെ ചുംബനം അവൾ അറിഞ്ഞു. അല്പസമയം കഴിഞ്ഞതും അവൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ട് അവൾ പതിയെ കണ്ണു തുറന്നു. ആ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ തൊട്ടു. പിന്നെ അവളുടെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി. ഇനി പൊയ്ക്കോ, അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് അവൻ മാറിയിട്ടില്ല എന്ന് കണ്ടതും അവൻ കൈകുത്തി നിന്ന് കൈകൾക്കിടയിലൂടെ അവൾ നുഴഞ്ഞ് ഇറങ്ങിപ്പോയി. അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. അവളുടെ തലയിൽ നിന്നുള്ള മുല്ലപ്പൂവിൻ്റെയും തുളസിയുടെയും മണമായിരുന്നു അപ്പോൾ അവൻ്റെ ദേഹത്ത്. കമഴ്ന്ന് കിടക്കുന്ന മാധവ് അവളെ തലചരിച്ചു നോക്കി. ലക്ഷ്മി കബോർഡ് തുറക്കുന്നത് കണ്ടതും, ലക്ഷ്മി, അതിലൊരു മെറൂൺ സാരിയുണ്ട്, അതൊടുത്താൽ മതി, അവൻ പറഞ്ഞതും അവൾ ചെറുതായി തലയണക്കിക്കൊണ്ട് സാരിയും മാറാനുള്ള ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. ഒരു പുഞ്ചിരിയോടെ പുതപ്പെടുത്ത് ദേഹത്തേക്കിട്ടുകൊണ്ട് അവൻ കമഴ്ന്ന് തലയണയിൽ മുഖം ചേർത്ത് കിടന്നു. രാവിലെ ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ നിന്നും അമ്മയോടും സിത്താരയോടും വല്യമ്മാവനോടും സച്ചദേവിനോടും യാത്ര പറഞ്ഞ് സന്ദീപും സഞ്ജയും ഇറങ്ങുന്നതിന് മുമ്പ് സഞ്ജയെ മാധവിനെക്കുറിച്ച് അന്വേഷിച്ച് വിളിച്ചു പറയണമെന്നും ആരും കേൾക്കാതെ സിത്താര പറഞ്ഞിരുന്നു. അവരുടെ വിവാഹം എന്നത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുകൂടി അന്വേഷിക്കാൻ പറഞ്ഞതും ഒന്നും മിണ്ടാതെ സഞ്ജയ് തലയണക്കി അവിടെ നിന്നും വേഗം പോന്നു. സീതാമ്മ വന്ന് വാതിൽ മുട്ടിയപ്പോഴാണ് സാന്ദ്രയും ഗംഗയും ഇഷാനിയും മിത്രയും എഴുന്നേൽക്കുന്നത്. അമ്മയുടെ മരുമകൾ എഴുന്നേറ്റില്ലേ ഇതുവരെ എന്ന് ചോദിച്ചു കൊണ്ടുവന്ന ഇഷാനി അടുക്കളയിലേക്ക് വന്നതും, എൻ്റെ മോള് എഴുന്നേൽക്കുകയും ചെയ്തു, അവളുടെ സ്ഥിരം ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്, സീതാമ്മ പറഞ്ഞതും, അവളുടെ എന്ത് ജോലി? മുറ്റുപടിക്കാണോ? അത് ലാവണ്യയുടെ അമ്മ വന്നല്ലേ ചെയ്യുന്നത്, പിന്നെ എന്ത് ജോലിയാണ് എന്ന് ചോദിച്ചതും, അത് ചേച്ചി ആ കോഴികളുടെ അടുത്തുണ്ടാകും. പെട്ടെന്ന് മിത്ര പറഞ്ഞുകൊണ്ട് അടുക്കള ഭാഗത്തെ കൂടി ഇറങ്ങിയപ്പോൾ കണ്ടു കോഴിക്ക് തീറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മിയെ. കൂടെ ശോഭനാമ്മയും ഉണ്ട്, അപ്പുറത്ത് നിന്ന് ടീച്ചറമ്മയും ഉണ്ട്. എല്ലാവരും കൂടി കോഴികളെ മുട്ടയടിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്ന മിത്ര ശോഭനാമ്മയെ കണ്ടതും, ഗുഡ് മോർണിംഗ് മാഡം, അവൾ പെട്ടെന്ന് പറഞ്ഞതും, ആവശ്യത്തിന് കൂടുതൽ നീ മുട്ടയിടുന്നുണ്ടല്ലോ മോളെ, ഇനി എന്തിനാ ഞങ്ങൾ വേറെ കോഴികളെ കൊണ്ട് മുട്ടയിടിപ്പിക്കുന്നത്? പെട്ടെന്ന് അടുക്കളയിൽ നിന്നും സീതാമ്മയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ചിരിച്ചു. അവൾ പല്ല് കടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി. കളിയാക്കണ്ട അങ്ങനെ മിത്രയെ, ഞങ്ങളുടെ സ്കൂളിലെ ഫുൾ A+ വാങ്ങുന്ന കുട്ടികളിൽ ഒരു പ്രതീക്ഷ മിത്രയിലും ഉണ്ട്. ഇനിയിപ്പോൾ ആ പ്രതീക്ഷ കുറച്ചുകൂടി കൂടും. ലക്ഷ്മിയും പിന്നെ സാന്ദ്രയും എല്ലാം ഉണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചോളും അല്ലേ? ശോഭനാമ്മ പറഞ്ഞതും, അവൾ ഫുൾ A+ വാങ്ങണമെങ്കിൽ മാധവ് ഇരിക്കേണ്ടി വരും, സീതാമ്മ പറഞ്ഞു. അപ്പോൾ മാധവ് പഠിപ്പിക്കാറുണ്ടോ? പിന്നല്ലാതെ, അവളെ പരീക്ഷ സമയങ്ങളിലെല്ലാം മാധവ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടല്ലേ അത്രയും മാർക്ക് കിട്ടുന്നത്, സീതാമ്മ പറഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടത്തി പഠിപ്പിച്ചു കൊള്ളുമല്ലോ, അവൾ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും, സോപ്പിടണ്ട, ഇപ്പം തന്നെ ലക്ഷ്മി മോള് പഠിപ്പിക്കാനിരുന്നിട്ട് അതിനെ ഇവൾ പഠിപ്പിക്കുന്ന അവസ്ഥയിലാണ്, സീതാമ്മ പറഞ്ഞു. അപ്പോഴാണ് ലാവണ്യയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. മുറ്റമടിക്കാനുള്ള വരവാണ്.
രണ്ട് വീട്ടിലെയും മുറ്റം അവരാണ് അടിക്കുന്നത്. എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വന്നത്. ഇന്ന് നേരത്തെയാണല്ലോ, ടീച്ചറമ്മ ചോദിച്ചു. കുറച്ച് നേരത്തെയാണ്. അവിടെ ദേവർ മഠത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ മുറ്റമെല്ലാം അവിടുത്തെ ജോലിക്കാർ തന്നെ അടിച്ചു വാരി, അവർ പറഞ്ഞു. അത് ശരിയാണ്, ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ്. ദേവർ മഠത്തിൽ നിന്നും ആരെയും കല്യാണത്തിന് കണ്ടില്ലല്ലോ, സീതാമ്മ പറഞ്ഞതും. അത് അവിടുത്തെ കുട്ടിയില്ലേ സിത്താര, ആ മോൾക്ക് വയ്യാതെ വന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിലെ ഏതോ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്, അവർ പറഞ്ഞതും പല്ല് തേച്ച് കൊണ്ട് നിന്ന ഗംഗയും ഇഷാനിയും സാന്ദ്രയും ഇത്രയും പരസ്പരം നോക്കി. ആ കുട്ടിക്ക് എന്തസുഖം? പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു. അസുഖം വന്നതല്ല, അവിടെയുള്ള ജോലിക്കാരി പറഞ്ഞതാണ്. ആ കുട്ടി എന്തോ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അവർ വാങ്ങിക്കൊടുത്തില്ല എന്ന്. അതിൻ്റെ ദേഷ്യത്തിന് അത് ഒച്ചയെടുക്കുകയോ എന്തൊക്കെയോ ചെയ്തു. അവസാനം അതിന് ഫിക്സ് വന്നു എന്ന്. അതിനിടയ്ക്ക് വരാറുണ്ട്. അതിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന്. അവിടുത്തെ ദേവർ മഠത്തിലെ സാവിത്രി അമ്മയുടെ ചേട്ടൻ ചെന്നൈയിലെ ഏതോ വലിയൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അദ്ദേഹമാണ് ചികിത്സിക്കുന്നത്. രാത്രിക്ക് രാത്രി അങ്ങോട്ട് കൊണ്ടുപോയി. എല്ലാവരും അവിടെയാണെന്നാ പറഞ്ഞേ. പുറമേ ആർക്കും അറിയില്ല ആ കുട്ടിയുടെ അസുഖ കാര്യം. അതുകൊണ്ട് ബന്ധുവീട്ടിൽ എന്തോ ഫംഗ്ഷന് പോയിരിക്കുകയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഇവിടെയില്ല, അദ്ദേഹം മറ്റെവിടെയോ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അറിയിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അയ്യോ, എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ലക്ഷ്മി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ അവരുടെ 2 ആൺമക്കളും ഇന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നു, അവരാ പറഞ്ഞത്. അതിടയ്ക്ക് ഇങ്ങനെ വാശി കാണിച്ച് ഇങ്ങനെ വരുത്തി വെക്കുന്നതാണ്. ആവശ്യങ്ങളും പറയുമ്പോൾ തന്നെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ വാശി പിടിക്കാമോ? പെൺകുട്ടിയല്ലേ, പറഞ്ഞിട്ട് എന്താ, ഒരേ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവരങ്ങനെ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചു. ഇപ്പോൾ അത് വാശി പിടിക്കുമ്പോൾ അത് സാധിച്ചു കൊടുക്കാതിരുന്ന പിന്നെ സമ്മതിക്കോ? ആ കൊച്ചിന് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയല്ലായിരുന്നോ? അങ്ങനെ വാശി കാണിച്ചു, അത്ര തന്നെ. ലക്ഷ്മി മോളുടെ ക്ലാസ്സിലെ കുട്ടിയില്ലേ അത്? ടീച്ചറമ്മ ചോദിച്ചതും അതെ അമ്മേ. പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട കേട്ടോ, ഇക്കാര്യം ആർക്കും അറിയില്ല ആ കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടെന്ന്. ലാവണ്യയുടെ അമ്മ പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇന്നലെ സന്ദീപ് പറഞ്ഞ സത്യമാണ്, അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ആ സമയം അതായിരുന്നു ഗംഗ ആലോചിച്ചത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.